എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പോർക്കും കായയും വരട്ടിയെടുത്തതാണ്. നാടൻ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. പോർക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടി കുറച്ച് നേരം കല്ലുപ്പും വിനെഗറും ചേർത്ത് പോർക്കൊന്ന് 15 മിനിറ്റ് തിരുമ്മി വയ്ക്കണം. അതിനുശേഷം വേണം പോർക്ക് കഴുകി ക്ലീൻ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ പോർക്ക് നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊന്നും വരില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ എടുക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ 2 വിസിൽ മതിയാവും. മൺചട്ടിയിലേക്ക് വൃത്തിയാക്കിയ പോർക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിനു ശേഷം അത് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുന്നതിലും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ വേവിക്കുന്നതിനായിരിക്കും. ഇതൊരു 30 മിനിറ്റ് മതിയാവും വേവാനായിട്ട്. കുക്കറിലാണെങ്കിൽ 2 വിസിൽ മതിയാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിയിലോ കലത്തിലോ ഒക്കെ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായി തിരുമ്മിയതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ എന്തായാലും വെന്ത് കിട്ടും. അപ്പോൾ അതിനിടയിൽ 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നോക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ പോർക്കിലെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് വരട്ടിയെടുക്കാം. ഞാൻ വരട്ടുന്നതും മൺചട്ടിയിൽ തന്നെയാട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉരുകി വന്ന പോർക്കിൻ്റെ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഇനി ഒരു 3 വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇപ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാട്ടോ. ഇതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആ ഉരുകി വന്ന പോർക്കിൻ്റെ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ആ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നതിനു ശേഷം വേണം നുറുക്കി വെച്ച കായ ചേർക്കാൻ. ഞാനിവിടെ ഒരു 4 കായ പീൽ ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ നുറുക്കിയത് മഞ്ഞൾ വെള്ളത്തിലിട്ട് 1-2 തവണ കഴുകിയതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. കായ ചേർത്ത് ആവശ്യത്തിന് കായ വേവുന്നതിന് വേണ്ട കായയ്ക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കായ ഏകദേശം വേവായിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, കാരണം കായ ഉപ്പും കൂടി ചേർത്ത് വേവിക്കുമ്പോഴാണ് ശരിക്കും കായയിലേക്ക് ഉപ്പൊന്ന് പിടിക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പോർക്ക് മുഴുവനും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ അവസാനം കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ പോർക്കും കായയും വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് അപ്പച്ചനൊന്ന് കൊടുത്തു നോക്കട്ടെ കേട്ടോ. അപ്പച്ചൻ എന്താ പറയാമെന്ന് നോക്കാം.
എന്തായാലും അപ്പച്ചന് ഇഷ്ടമായിട്ടുണ്ട്. ആൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടമാവും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.